Okay, so good morning. So today we are going to look at a category of search algorithms which is called local search. Okay. We have actually come across now many different search algorithms, right? Right from DFS, BFS, then greedy best first search, A-star algorithm, and so on. അപ്പോൾ അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ we give an initial state and we give a goal state and we try to move from the initial state to the goal state in an optimal path. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വി ഗിവ് എൻ ഇൻപുട്ട് സ്റ്റേറ്റ്, വി ഗിവ് എ ഗോൾ സ്റ്റേറ്റ് ആൻഡ് വി ആർ ട്രൈങ് ടു മൂവ് ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ് ടു ഗോൾ സ്റ്റേറ്റ് ഇൻ ഒപ്റ്റിമൽ പാത്ത്. ഒപ്റ്റിമൽ ഇൻ ദ സെൻസ് മിനിമം നമ്പർ ഓഫ് നോഡ്സ് എക്സാമിൻ ചെയ്ത് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് ഹൗ ജനറലി സെർച്ച് വർക്ക്സ്. Okay, but there are categories of problems where the path from the initial state to the goal state is not really that important. നമുക്ക് ആ ഗോൾ സ്റ്റേറ്റ് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാത്ത് ഏതായാലും പ്രോബ്ലം ഇല്ല. സേ ഫോർ എക്സാമ്പിൾ, അത് ഇലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് 8 queens പ്രോബ്ലം അല്ലെങ്കിൽ 4 queens പ്രോബ്ലം. 4 queens നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. റിമെമ്പർ 4 queens എന്ന് പറഞ്ഞാൽ നമുക്ക് വി ഹാവ് ഇങ്ങനെയൊരു 4x4 ആയിട്ടുള്ള ഒരു ബോർഡാണുള്ളത്. ആൻഡ് what we want is we want to place 4 queens on this board such that they do not conflict with each other. അപ്പം earlier the solutions we have tried out is നമ്മൾ ഇനീഷ്യലി ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് the earlier solution which we have discussed is ഓരോ റോയിലും നമ്മൾ സേ ക്വീനെ പ്ലേസ് ചെയ്യാണ്. ഇവിടെ ഒരു ക്വീനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, we are placing a queen here. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് വി ആർ പ്ലേസിങ്, അപ്പോൾ ഓരോ റോയിലും ക്വീനെ പ്ലേസ് ചെയ്യാണ് സച്ച് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കോൺഫ്ലിക്ട് വിത്ത് ഓൾറെഡി പ്ലേസ്ഡ് ക്വീൻസ്. അപ്പം സേ നെക്സ്റ്റ് വൺ പ്ലേസ് ചെയ്യുന്നത് ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. സോ മേ ബി വി ആർ പ്ലേസിങ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ദെൻ ദ നെക്സ്റ്റ് റോ ആൻഡ് നെക്സ്റ്റ് റോ ആൻഡ് സോ ഓൺ. ഇഫ് അറ്റ് ഓൾ ദർ ഇസ് എ കോൺഫ്ലിക്ട് ദെൻ വി ഗോ ബാക്ക്. ഇപ്പോൾ ഡെപ്ത് വൈസ് ആണ് പോകുന്നതെങ്കിൽ നമ്മൾ ഗോ ബാക്ക് ചെയ്ത് വി ട്രൈ ഔട്ട് അനദർ ഓപ്ഷൻ ആൻഡ് സോ ഓൺ. Okay, so we keep going, trying out different options until we find a configuration of the queens which do not conflict with each other. Okay, അപ്പോൾ ഇതില് പാത്ത് നമ്മൾ ഈ we are starting off with this blank board. Okay, അപ്പോൾ ഈ path from blank board to the final configuration of 4 queens placed on this board which do not conflict with each other. ആ path അവിടെ really important അല്ല. Okay, what is important is that you are able to place queens on this on this board such that there is no conflict. ഈ ഫൈനൽ സൊല്യൂഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ പാത്ത് അവിടെ ഇറ്റ്സ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് യു ഹാവ് എ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സെർച്ച് അൽഗോരിതംസ് കോൾഡ് ലോക്കൽ സെർച്ച് അൽഗോരിതംസ്. അപ്പോൾ local search algorithms allow us to find goal state without worrying about the path to get there. And in local search problems, the state space consists of a set of complete solutions. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബ്ലാങ്ക് ആയിട്ടുള്ള പൊസിഷനിങ് നല്ല ലോക്കൽ സെർച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റാൻഡം ആയിട്ട് ലെറ്റ്സ് സേ ഇങ്ങനെയുള്ള ഒരു റാൻഡം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ 4 ക്വീൻസ് ഉള്ള ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ഓഫ് തന്നെ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് വി ആർ ട്രൈങ് ടു, ഇപ്പൊ ഇവിടുന്ന് ദിസ് ഇസ് അവർ സ്റ്റാർട്ട് സ്റ്റേറ്റ്, ലെറ്റ്സ് സേ റാൻഡം ആയിട്ടുള്ള ഒരു പൊസിഷൻ, അതായത് 4 ക്വീനും ഉള്ള ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ലോക്കൽ സെർച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ നൈബേഴ്സിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ റോയിലും നമ്മൾ ക്വീനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മൂവ്സ്, ഇതിൽ നിന്നുള്ള നൈബേഴ്സ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ മൂവ്സ് ആണല്ലോ ചെയ്യേണ്ടത്, മൂവ്സ്. അപ്പം മേ ബി ദ നെക്സ്റ്റ് മൂവ് ഈസ് ഈ ക്വീനിനെ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, സെക്കൻഡ് കോളത്തിലേക്ക്. അപ്പൊ റോ നമ്മൾ മാറ്റുന്നില്ല, കാരണം വി ആർ ഫിക്സിങ് ദ റോസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. കോളംസ് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രൈ ചെയ്യുന്നു. അപ്പൊ ദാറ്റ് ഈസ് വൺ നൈബർ. അങ്ങനെ നമ്മൾ ഓരോ, അപ്പൊ മേ ബി വി ആർ ട്രൈങ് ടു മൂവ് ദിസ്, ദാറ്റ് ഈസ് അനദർ നൈബർ. അങ്ങനെ എല്ലാ നൈബേഴ്സിനെയും നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് we are checking whether each of those neighbors are closer to the goal or not.
ഓക്കെ, ക്ലോസർ ടു ദ ഗോൾ ഓർ നോട്ട് എന്ന് പറയുമ്പോൾ അതിന് ക്ലോസർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെട്രിക് വേണം. അപ്പൊ അതിന് അവിടെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മൈറ്റ് ബി ദ നമ്പർ ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ക്വീൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെട്രിക് കൊണ്ടുവന്നിട്ട് വി ലുക്ക് അറ്റ് ഓരോ നൈബറിന്റെയും ഡിസ്റ്റൻസ് ടു ദ ഗോൾ ക്ലോസർ ആണോ അല്ലയോ. അപ്പൊ ഏതാണ് ക്ലോസസ്റ്റ് ടു ദ ഗോൾ അതിനെയാണ് നമ്മൾ പിന്നെ പെർസ്യൂ ചെയ്യുക. അപ്പൊ ഹിൽ ക്ലൈംബിംഗ് നമ്മൾ നൈബർഹുഡിലുള്ള എന്താണ് ലോക്കൽ സ്റ്റേറ്റ്സിനെ ജനറേറ്റ് എല്ലാം കംപ്ലീറ്റ് സൊല്യൂഷൻസ് ഹിൽ ക്ലൈംബിംഗ് ബ്ലാങ്ക് ആയിട്ടുള്ളത് നല്ല സ്റ്റാർട്ട്. അപ്പൊ ഹിൽ ക്ലൈംബിംഗ് എല്ലാ നമുക്ക് ഈ 4 any random current state towards a neighboring state നൈബേഴ്സിനെ ജനറേറ്റ് ചെയ്തു. നൈബേഴ്സിനെ ജനറേറ്റ് ചെയ്ത് മാക്സിമം ഇൻക്രീസ് ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഒബ്ജക്റ്റീവ് വാല്യൂ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ടു ദ ഗോൾ ആയിരിക്കും. ആ ഡിസ്റ്റൻസ് ഏറ്റവും മാക്സിമൈസ് മിനിമൈസ് പ്രോബ്ലം. അപ്പൊ ഈ മൂവ്സ് ടുവേർഡ്സ് എ നൈബറിംഗ് സ്റ്റേറ്റ് ദാറ്റ് ഇൻക്രീസസ് ദി ഒബ്ജക്റ്റീവ് വാല്യൂ ഡിസ്റ്റൻസ് കുറഞ്ഞു ഫോർ എക്സാമ്പിൾ ഇപ്പൊ 8 പസിൽ പ്രോബ്ലം ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദിസ് ഇസ് ദി ജനറൽ ഐഡിയ ഓഫ് ലോക്കൽ സെർച്ച്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രോബ്ലത്തിൽ ലെറ്റ്സ് സേ യു സ്റ്റാർട്ട് വിത്ത് എനി റാൻഡം സ്റ്റേറ്റ്, okay, and you want to reach a goal state. So that is your starting point on the hill, which is called the initial state. So next step is to generate all the neighbors. അപ്പൊ വി നോ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ബ്ലാങ്ക് പൊസിഷന് മൂവ് ചെയ്യുമ്പോഴാണ് നൈബേഴ്സ് ജനറേറ്റഡ് ആവുന്നത്. ഇനി ഓരോ നൈബറിംഗ് നമ്മളിങ്ങനെ 4 നൈബറിംഗ് നോട്ട്സ് ജനറേറ്റ് ചെയ്ത് ഓരോന്നിന്റെയും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ മാൻഹാറ്റൻ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മിസ് മാച്ച് ടൈൽസോ എന്തെങ്കിലും വേണമെങ്കിൽ ഹ്യൂറിസ്റ്റിക്കലി യൂസ് ചെയ്ത പോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് മെഷർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ മാൻഹാറ്റൻ ഡിസ്റ്റൻസ് ഓഫ് ദ കറന്റ് ദാറ്റ് ഇസ് എ നൈബറിംഗ് നോഡിൽ നിന്ന് നമ്മൾ ഗോൾ സ്റ്റേറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് ബീങ് മെഷേർഡ് യൂസിങ് വൺ ഓഫ് ദീസ് മെഷേഴ്സ്, സേ ഫോർ എക്സാമ്പിൾ മാൻഹാറ്റൻ ഡിസ്റ്റൻസ്. എന്നിട്ട് മൂവ് ടു ദ ബെസ്റ്റ് നൈബർ, സെലക്ട് നൈബറിംഗ് സ്റ്റേറ്റ് ദാറ്റ് ഹാസ് ദി ലോവസ്റ്റ് മാൻഹാറ്റൻ ഡിസ്റ്റൻസ്. ഇപ്പൊ ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് ഗോൾ സ്റ്റേറ്റിലേക്ക് ഏതാണോ അതിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ബേസിക്കലി എ ഗ്രീഡി അൽഗോരിതം. ഓക്കെ, ആൻഡ് റിപ്പീറ്റ് അണ്ടിൽ യു റീച്ച് എ പോയിന്റ് വേർ ദ മാൻഹാറ്റൻ ഡിസ്റ്റൻസ് ഈസ് 0. അപ്പൊ മാൻഹാറ്റൻ ഡിസ്റ്റൻസ് ഒരു നൈബറിൽ നിന്നുള്ള മാൻഹാറ്റൻ ഡിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾ സ്റ്റേറ്റ് എത്തിയെന്നാണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ വെരി ഗ്രീഡി അപ്രോച്ച് ടു സോൾവിങ് പ്രോബ്ലംസ്. അതായത് നമ്മൾ റാൻഡം സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നൈബേഴ്സ് ജനറേറ്റ് ചെയ്യുന്നു, നൈബേഴ്സിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ ഒരു മാക്സിമൈസിങ് പ്രോബ്ലം ആണെങ്കിൽ അതിൽ മാക്സിമം ഇൻക്രീസിങ് വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ മിനിമൈസിങ് ആണെങ്കിൽ ഈ കേസിൽ മിനിമൈസിങ് ആണ്. അപ്പം മിനിമം ഡിസ്റ്റൻസ് ടു ദ ഗോൾ ആണെങ്കിൽ നമ്മൾ ആ പെർട്ടിക്കുലർ നൈബറിലേക്ക് മൂവ് ചെയ്യുന്നു. അവിടുന്ന് വീണ്ടും ഈ സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു അണ്ടിൽ ഐദർ യു റീച്ച് എ പോയിന്റ് വെയർ ഇനി നൈബേഴ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് മിനിമൈസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് മിനിമൈസ് ആവുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ okay, so this is a greedy algorithm. Okay, you are all familiar with what greedy algorithm is, and also you must have also come across these എന്താണ് ഇങ്ങനെയുള്ള ഗ്രാഫ്സ് കണ്ടിട്ടുണ്ടാവും. ദ കോൺസെപ്റ്റ് ഓഫ് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ എന്നുള്ള കോൺസെപ്റ്റ് ഗ്രേഡിയന്റ് ഡിസെന്റ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഹിയർ ഓൾസോ the disadvantage of a hill climbing problem is ഇപ്പോൾ let's say we are starting from some random point. Okay, നമ്മൾ റാൻഡം സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ സേ let's say it is here. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് മാക്സിമൈസിങ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ നൈബേഴ്സ് ജനറേറ്റ് ചെയ്തിട്ട് മാക്സിമം ഇൻക്രീസ് ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉള്ള സ്റ്റേറ്റ്സിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലേ. സോ വി വിൽ ബി ക്ലൈംബിംഗ് ലൈക്ക് ദിസ് until we reach some point where you have got a local maximum. അപ്പോൾ ലോക്കൽ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൈബേഴ്സിനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് when you have objective function decreasing, then you don't go on, you stop. Okay, അപ്പോൾ ലോക്കൽ മാക്സിമ എത്തിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം you don't get the optimal solution in the case of local search algorithms. You will stop with the local maximum. Okay, അപ്പം ഒപ്റ്റിമൽ സൊല്യൂഷൻസ് വേണ്ട, യു ജസ്റ്റ് നീഡ് എ ഗുഡ് ഇനഫ് സൊല്യൂഷൻ എന്നുള്ള കേസസിൽ നമുക്ക് ലോക്കൽ സെർച്ച് അൽഗോരിതംസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ,
Next, we will also look at how to solve traveling salesman problem using hill climbing. അത് നമുക്ക് ലാബിൽ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്താണ്? ഇറ്റ് ഇസ് ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് that the salesman visits എന്താണ് every city exactly once and return to the starting point. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ വി ഹാവ് എ പേഴ്സൺ, സേ ആമസോൺ ഡെലിവറി പേഴ്സൺ ആയിരിക്കാം, ഹു സ്റ്റാർട്ടിങ് ഫ്രം ദി കളക്ഷൻ പോയിന്റ്. എന്നിട്ട് ആ കളക്ഷൻ പോയിന്റിൽ നിന്ന് സേ 10 ഡെലിവറീസ് ഉണ്ടെങ്കിൽ 10 ലൊക്കേഷൻസ് നമ്മൾ സിറ്റിയിൽ പോയിട്ട് തിരിച്ച് കളക്ഷൻ പോയിന്റിൽ എത്തണം. അതിന് ഒരു ഒപ്റ്റിമൽ റൂട്ട് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൗ ഡു യു ഫൈൻഡ് ദ സൊല്യൂഷൻ ടു ദാറ്റ്? അപ്പം അതിൽ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് മാത്രമേ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് തരുള്ളൂ. അത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ ദാറ്റ് ഈസ് വൈ വി ആർ ഗോയിങ് ഫോർ അതർ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ലോക്കൽ സെർച്ച് അല്ലെങ്കിൽ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഹിൽ ക്ലൈംബിംഗിൽ ഇനീഷ്യലി നമ്മൾ റാൻഡം സൊല്യൂഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റാൻഡം സീക്വൻസ് ഓഫ് ഓൾ സിറ്റീസ് അല്ലെങ്കിൽ ഡെലിവറി പോയിന്റ്സ്, എ ബി സി ഡി ആണ് നമ്മളുടെ പോയിന്റ്സ്. അപ്പൊ എന്ന് സി, സിന്ന് ബി, ബിന്ന് ഡി ആൻഡ് ബാക്ക് ടു എ. അതാണ് നമ്മളൊരു റാൻഡം ആയിട്ടുള്ള ഒരു ടൂർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് വി ആർ കാൽക്കുലേറ്റിംഗ് ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ടൂർ. ഡിസ്റ്റൻസ് ഇവിടെ മിനിമൈസ് ആണ് നമുക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ റാൻഡം ഒരു ടൂർ വെച്ച് നമ്മൾ അല്ലെങ്കിൽ റൂട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ഓഫ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നൈബറിംഗ് ടൂർ അല്ലെങ്കിൽ ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ള നൈബേഴ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ നൈബേഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് വൺ പോസിബിലിറ്റി സ്വാപ്പിംഗ്. ഓക്കെ, അതായത് സിയും ബിയും കൂടെ വേണമെങ്കിൽ സ്വാപ്പ് ചെയ്തിട്ട് അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ദാറ്റ് ഈസ് എ സിമ്പിൾ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അനദർ വേ വിച്ച് വാസ് അവൈലബിൾ ഈസ് ടു ഓപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ വി ഹാവ് ദ സീക്വൻസ് 1 2 3 4 5 6 ബാക്ക് ടു 1. അപ്പൊ ഇതില് ഒരു നൈബറിനെ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് റാൻഡം സെഗ്മെന്റ്സ്, ലെറ്റ്സ് സേ 2 3 5 6 ഉണ്ട്, അതിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഡ്രോപ്പ് ചെയ്തിട്ട് 2 3 അതിന് പകരം നമ്മൾ 2 5 ഒരു എഡ്ജ് കൊടുക്കുന്നു, അതുപോലെ 3 6 ഒരു എഡ്ജ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ഡ്രോപ്പ് ചെയ്തിട്ട് യു ആർ ജനറേറ്റിംഗ് 2 അതർ എഡ്ജസ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നൈബേഴ്സിനെ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം യു ക്യാൻ ഗോ ഫോർ എനി ഓഫ് ദീസ് വേസ് ഓഫ് ജനറേറ്റിംഗ് നൈബേഴ്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഇവാലുവേറ്റിംഗ് ദ നൈബേഴ്സ്. ഓക്കെ, അപ്പൊ പുതിയൊരു സീക്വൻസ് വന്നു. ഇവാലുവേറ്റിംഗ് നൈബേഴ്സ് എന്ന് പറയുമ്പോൾ പുതിയ ഡിസ്റ്റൻസ്, ആ പെർട്ടിക്കുലർ സീക്വൻസ് ഓഫ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ എന്താണ് റൂട്ടിന്റെ നമ്മൾ എഗൈൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏറ്റവും എന്താണ് ചെറിയ ഡിസ്റ്റൻസ് ഉള്ള അതിലേക്ക് നമ്മൾ we are actually moving into it and we keep repeating. Okay, at any point നമ്മൾ generate ചെയ്യുന്ന നൈബേഴ്സിൽ if no neighbors are better than the current one, then you have reached a local optimum അല്ലെങ്കിൽ local peak നമ്മൾ എത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. Okay, this is how you implement.